സർ, ADGP അജിത് കുമാറിന്റെ ശബരിമല യാത്ര ഇപ്പോൾ ഭയങ്കരമായിട്ട് വിവാദമായിരിക്കുന്ന അതും ട്രാക്ടർ യാത്ര അത് ദൗർഭാഗ്യകരമെന്നാണ് ഹൈക്കോടതി പറയുന്നത്. ഇത് രഞ്ജിനി, എനിക്ക് മനസ്സിലാവുന്നില്ല. അജിത് കുമാർ അവിടെ കൃഷിത്തോട്ടം തുടങ്ങാൻ പോകുന്നു, പൈനാപ്പിൾ കൃഷി. പൈനാപ്പിളൊക്കെ നല്ലപോലെ പിടിക്കുന്നുണ്ട്, അതിന് വല്ല പരിപാടിയുണ്ട് ട്രാക്ടറിൽ അങ്ങോട്ട് യാത്ര ചെയ്യാൻ? യാതൊരു അറിയിപ്പും കൂടാ ട്രാക്ടർ. അദ്ദേഹം പമ്പ സന്നിധാനത്തെത്തുക, എനിക്കൊരു ട്രാക്ടർ അയച്ചു തരണമെന്ന് പറയും. പറഞ്ഞാൽ കേട്ടല്ലേ പറ്റൂ. താഴെ തലങ്ങളിലുള്ള പോലീസുകാർ, പോലീസിന്റെ ട്രാക്ടർ അവിടുന്ന് വന്ന വഴി കയറിയതാണോ? അല്ലല്ല, ട്രാക്ടർ വിളിച്ചു, പോലീസിന്റെ ട്രാക്ടറായത്. വാടകയ്ക്കെടുത്തതല്ല, പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റിന് എല്ലാ വാഹനങ്ങളും ഉണ്ടല്ലോ അവർക്ക്. ആ ട്രാക്ടറിൽ കയറിയിട്ട് അദ്ദേഹം ശബരിമല സന്നിധാനത്തേക്ക് പോയിരിക്കുന്നു. കൃഷിക്ക് പറ്റിയതാണോ നോക്കാൻ വേണ്ടിയായിരിക്കും. അതിനുപയോഗിക്കുന്ന സാധനമാണല്ലോ ഈ ട്രാക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ പോയി അവിടെ ചെന്ന് ചെരുപ്പിടുന്ന സ്ഥലത്ത് വരെ അദ്ദേഹം പോയി. അവിടെ നവഗ്രഹങ്ങളെയൊക്കെ തൊഴുത് ആ പൂജ വരെ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ട്രാക്ടറിൽ തന്നെ മടങ്ങി വന്നു. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ പോകുന്നതല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, കൃഷിത്തോട്ടം അവൻ്റെ പരിപാടി ഉണ്ടോ? ഒരു തോട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ ആനകൾ കയറി വന്ന് അത് കഴിക്കുകയും ചെയ്യും. എന്താണ് പരിപാടി എന്ന്? അതിനി അതിന് മേലുള്ള വല്ല കൃഷികളും ഇനി കഞ്ചാവ് തോട്ടം ആവാതിരുന്നാൽ മതി കേരളം. ശബരിമല സന്നിധാനം കൂടെ അതിന് വേദിയാക്കായിരുന്നു. വളരെ ദുരൂഹമായിരിക്കുന്നു. ഇവിടെ നമ്മൾ കേൾക്കുന്ന ഒഫീഷ്യൽ വെർഷൻ എന്ന് പറഞ്ഞ് ഈ തമാശകൾക്കപ്പുറം അദ്ദേഹം അവിടെ പിന്നെ സന്നിധാനത്തേക്കുള്ള ഒരു വളവുണ്ട്. ആ വളവ് മുതൽ സന്നിധാനം വരെ CCTVകൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പം ഇനി ഭാവിയിൽ 1-ാം തീയതി വരുമ്പോൾ ഈ അയ്യപ്പ ദർശനത്തിനെത്തുന്ന ഭക്തന്മാർക്ക് അതൊരു പ്രശ്നമാവുമോ എന്ന് കരുതി അത് പരിശോധിക്കാനാണ് ഇദ്ദേഹം പോയതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പരാതി കേട്ടപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് CCTV എല്ലാം കേടാണെന്നാണല്ലോ പരാതി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ CCTVയിലൊന്നും ഇത് പതിയില്ല എന്നുള്ളൊരു ധൈര്യത്തോടു കൂടിയാണ് പോയത്. പക്ഷേ ആരോടാ കളി? സ്വാമി അയ്യപ്പനോടാ കളി. പുള്ളി CCTV എല്ലാം ഓണാക്കി. ട്രാക്ടറിൽ പോകുന്ന കാഴ്ചകൾ മുഴുവൻ പരസ്യമായിട്ട് അതെ, അത് ദേവസ്വം കമ്മീഷണറുടെ ചെവിയിലെത്തി, കണ്ണിലും എത്തി. അദ്ദേഹമാണ് ഈ കേസ് കൊടുത്തത്. കണ്ടു ഞെട്ടിപ്പോയി. CCTV കാണാൻ പോയാൽ അവിടെ പൂട്ടുകൃഷി നടത്തുന്നു. ആകപ്പാടെ ഞെട്ടിപ്പോയി കേസ് കൊടുത്തു. ആ കേസിൻ്റെ പേരിലാണിപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പമ്പ പോലീസ് ഒരു കേസെടുത്തു. അതാണ് ഇതിലൊക്കെ രസകരം. നോക്കിക്കണം. പോയത് അജിത് കുമാർ, ആവശ്യപ്പെട്ടത് അജിത് കുമാർ, കേസെടുത്തിരിക്കുന്നത് പാവപ്പെട്ട ഡ്രൈവർക്ക്. അജിത് കുമാർ പറഞ്ഞാൽ അദ്ദേഹം വിധേയനായിട്ടുള്ള ഈ ഡ്രൈവറുടെ പേരിലാണ് ഇപ്പോൾ പമ്പ സ്റ്റേഷനിൽ കേസുള്ളത്. അതിന് കോടതി ചോദിച്ചിട്ടുണ്ട്, ശരിക്കും കൊടുത്തിട്ടുണ്ടത്. യാത്രക്കാരനെതിരെയാണോ കേസെടുക്കേണ്ടത്, അതോ ഡ്രൈവർ അത് ആവശ്യപ്പെട്ട യാത്രക്കാരനെതിരെയാണോ, ആവശ്യപ്പെട്ടതനുസരിച്ച അച്ചടക്കത്തോടെ അനുസരിച്ച ഡ്രൈവർക്കെതിരെയാണോ കേസ്? ഡ്രൈവർ അതനുസരിച്ചില്ലായിരുന്നെങ്കിൽ അയാളെ തൊപ്പി തെറിച്ചേനെ, അയാളുടെ ജോലി പോയേനെ. അത് പോലീസായിരിക്കുമല്ലോ ഡ്രൈവർമാരായിട്ടും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ അവർ പോയി ഒരു ഉല്ലാസയാത്രയും അയ്യപ്പനെയൊക്കെ തൊഴുതു. നവഗ്രഹങ്ങളെ തൊഴുതു, അയ്യപ്പനെ തൊഴുതില്ല. അതിന് അയ്യപ്പൻ കാണിച്ചു കൊടുത്തു. CCTV ആക്കിയപ്പോൾ കോടതി കേസാക്കിയിരിക്കുകയാണ്. കേസ് അവിടെ നിൽക്കുകയാണ്. ഈ കേസിൻ്റെ കുരുക്ക് ഇപ്പോൾ അജിത് കുമാറിനും കൂടെ മുറിവ്. ഇനി നമ്മൾ മറ്റൊന്നും ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഏകദേശം അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കൽ കേസുണ്ടല്ലോ, അതും കൂടെ കൂട്ടി വന്നിരിക്കുക. 2 ദൈവങ്ങളും കൂടെ, വടക്കുന്നാഥനും അതുപോലെ ശബരിമലനാഥനും കൂടി പോയി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ലക്ഷണമാണ് കാണുന്നത്. ആ കേസിൽ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വിധി വന്നിരിക്കുകയാണ്. ദർവേസ് സാഹബ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട് ഒഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. വഴുതക്കാട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 6 മാസം വരെ താമസിക്കാം. ദർവേസ് സാഹബ് ഇപ്പോഴും താമസിക്കുന്നുണ്ട്. അദ്ദേഹം ഒപ്പിച്ച ഒരു പണിയുടെ ഫലമായിട്ട്, അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ കലക്കലിലും, തൃശ്ശൂർ പൂരം കലക്കി എന്നാണല്ലോ കേസ്, ആ കേസിലും ഇദ്ദേഹം ഗുരുതരമായിട്ടുള്ള നിരുത്തരവാദിത്വം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലേ ദിവസം അവിടെ പോവുക എന്നുള്ള ജോലി കൃത്യം അദ്ദേഹം നിർവഹിച്ചില്ല. അത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോൾ നടപടിയെ നേരിടാൻ പോവുകയാണ് എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. കവടിയാറിലെ വസ്തു, വീട് എന്നൊക്കെയുള്ള കേസുകളിൽ നിന്നൊക്കെ ഒഴിവായി, അഴിമതി കേസിൽ നിന്ന് ഒഴിവായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ചടക്ക ലംഘനത്തിനുള്ള ഒരു നല്ല പണിയും കൊടുത്തിട്ടാണ് ദർവേസ് സാഹിബ് പോയിരിക്കുന്നത്. റവട ചന്ദ്രശേഖറാണ് ഇപ്പോൾ DGP. അദ്ദേഹം ഇതിന്മേൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതിനെ ആസ്പദിച്ച് അതിലാണിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാവി. എനിക്ക് തോന്നുന്നത് ശബരിമല അയ്യപ്പന്, മണികണ്ഠന് തീരെ ഉണ്ടാവില്ലത്. അദ്ദേഹം അതുകൊണ്ട് കർശനമായിട്ട് നടക്കും. വടക്കുന്നാഥനും തീരെ തലേ ദിവസം ഒന്ന് എന്നെ വന്ന് കണ്ടിട്ട് പോകാൻ വയ്യായിരുന്നു എന്ന് വടക്കുന്നാഥനും ഒരു പരിവമുണ്ട്. കേസ് ഇപ്പോൾ മുറുകുകയാണ്. ഹൈക്കോടതിയാണ് പിടിച്ചിരിക്കുന്നത്. അവിടുന്ന് പെട്ടെന്ന് കേസിൽ ഊരി പോവുക എന്ന് പറയുന്ന കുറച്ച് പ്രയാസമുള്ള കാര്യം തന്നെയാണ്, നമുക്കറിയാവുന്നത് പോലെ. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ തലേ ദിവസം സ്ഥലത്തെത്തിയില്ല എന്നുള്ളതാണ് ADGP ഉള്ള തീരുമാനം വന്നിരിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണല്ലോ കൈകാര്യം ചെയ്യുന്നത്.
അതുകൊണ്ട് ഇപ്പോൾ നടപടി വേണ്ട, ഇനി ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല, അതും കൂടെ വന്നിട്ടാവും നടപടി എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ പിണറായി വിജയനാണോ ശക്തൻ, ശബരിമല അയ്യപ്പനാണോ, അല്ലെങ്കിൽ വടക്കുന്നാഥനാണോ എന്നുള്ളത് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. കേസ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം അവിടെ ഈ ട്രാക്ടർ ഓടിച്ച് പോകാൻ പാടില്ല. കോടതി പറഞ്ഞിരിക്കുന്നത് ഇങ്ങേർക്ക് രോഗം വല്ലതും ഉണ്ടെങ്കിലേ ഇങ്ങനെ നടന്നു പോകാൻ നമ്മളൊക്കെ നടന്നല്ലേ പോകുന്നത്, അദ്ദേഹത്തിന് നടന്നു പോകാൻ കഴിവില്ലെങ്കിലേ അദ്ദേഹം ആംബുലൻസ് അവിടെ ഉണ്ടല്ലോ, അതേ കയറി പോയാൽ മതിയായിരുന്നല്ലോ, അതേ സ്ട്രെച്ചറെ കിടന്നുകൊണ്ട് പോകാമായിരുന്നല്ലോ. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. അല്ല ട്രാക്ടർ പിടിച്ച് അവിടെ കൃഷി ചെയ്യുകയല്ല ചെയ്യേണ്ടത്, കൃഷിത്തോട്ടം ഒരുക്കുകയല്ല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കൊട്ടാരക്കര ഒരു കൃഷിത്തോട്ടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അല്ലേ? അതുപോലെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല ശ്രമമാണ് അദ്ദേഹം നടത്തിയെന്ന് സംശയിക്കുന്നുണ്ട്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ്റെ ബെഞ്ചാണ്, അതുപോലെ എസ് മുരളി അടങ്ങുന്ന ബെഞ്ചാണ് ഇക്കാര്യത്തിൽ നല്ല രൂക്ഷമായ ഭാഷയിൽ. ശബരിമല പലതവണ പല ആൾക്കാരും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഇട്ട് ഞോണ്ടാൻ ചെല്ലുന്നുണ്ട്. പക്ഷെ അയ്യപ്പൻ അതിനെയൊക്കെ തൂത്തുവാരി അവരെ നല്ലപോലെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, കണ്ണീര് കുടിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പ്രമാദമായിട്ടൊരു വിശ്വാസികളെ കൂടി വേദനിപ്പിക്കുന്ന ഒരു കേസാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഓരോരുത്തർക്കും അവരോരോ ട്രാക്ടർ കൊടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ സന്നിധാനത്തേക്ക്. ശരിക്കും ശബരിമല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ട് കല്ലും മുള്ളും മേന്തി അയ്യനെ കാണാൻ പോകണം എന്നുള്ള ഇരുമുടി കെട്ടുമേന്തി അങ്ങനെ അയ്യനെ കാണാൻ പോണം. ഇന്നിപ്പോ കല്ലും മുള്ളും ഒന്നുമില്ല. ഇന്നലെ നമ്മള് വേറെ ചർച്ചയിലും പറഞ്ഞതുപോലെ കല്ലും മുള്ളും ഒന്നുമില്ല, നല്ല കോൺക്രീറ്റ് ഇട്ട വഴികൾ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ എന്നാലും ആ വഴികളിലൂടെയെങ്കിലും നടന്ന്, കാനനപാതയിൽ ഇല്ലെങ്കിലും അതിന്റെ ഇപ്പുറത്തെ പാതയിലൂടെയെങ്കിലും നടന്നു പോകണ്ടേ? കള്ളും മുള്ളും പിന്നെ മുള്ളും മുരടും എല്ലാം കടന്ന് അതെല്ലാം പൂമത്തെ ആ ഒരു വേദനകളിലൂടെ കടന്ന് നല്ലൊരു കഷ്ടപ്പെട്ടുള്ള യാത്ര, പ്രകൃതിയോട് ചേർന്നിണങ്ങിയുള്ള ഒരു യാത്ര. അതിന് മറ്റൊരു ഇതും കൂടെ ഉണ്ട്. നമ്മുടെ ചർച്ച അതല്ലെങ്കിലും ഇത്രയും കല്ലും മുള്ളും വേദനകളും എല്ലാം നിറഞ്ഞ ജീവിതത്തിന്റെ വഴിയിലൂടെ ചെന്നെത്തുന്നത് സൗഭാഗ്യത്തിന്റെ, നന്മയുടെ നല്ലൊരു കൊടുമുടിയിലാണ് എന്നുള്ളൊരു ദർശനം കൂടി അതിൽ പറയുന്നുണ്ട്. തത്വമസി, ഞാനാണ് നീ എന്നുള്ളൊരു രീതിയിൽ അവിടെ ചെന്ന് എത്തുകയാണ്. അപ്പൊ അത് ആ ഒരു യാത്രയിൽ നിന്ന് മനുഷ്യൻ പഠിക്കുന്ന കുറെ പാഠങ്ങളുണ്ട്. അല്ലാതെ ഇതിങ്ങോട്ടൊരു ഇതില്ലാണ്ട് ഇപ്പൊ അദ്ദേഹം വ്രതമെടുത്തോ അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ട് തന്നെ വേണം മലയിൽ പോകും. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡ്യൂട്ടിക്ക് പോയതായിരിക്കും. പക്ഷെ എന്നാലും അതിനെങ്കിലും ഒരു മാന്യത കൊടുത്ത് പോകണ്ടേ? അങ്ങനെയാണെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന മറ്റെത്രയോ പേരുണ്ട്, അല്ലേ? അവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒഫീഷ്യൽ വാഹനങ്ങൾ യൂസ് ചെയ്തുകൂടാ. അവർ ഇത്തരത്തിൽ തന്നെ കയറി പോകണം എന്നുള്ള ഇതുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് അവരവിടെ നിൽക്കുമല്ലേ. അപ്പം ആ ഒരു ഇതിനെ മാനിക്കണം എന്നാണ് തോന്നുന്നത്. അത് ഏത് മതം വിഭാഗമാണെങ്കിലും നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ അവിടെ അതിനെ അതെ മതത്തിന് വ്രണമുണ്ടാക്കുന്ന തരത്തില് അല്ലെങ്കിൽ ഒരു നിയമത്തിനെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ നിയമപാലകർ തന്നെ ഇത്തരത്തിൽ തുടങ്ങിയാൽ മറ്റുള്ളവരും ഇത്തരത്തിലുള്ള നിയമലംഘനം ലംഘിക്കും. അതെ, തീർച്ചയായിട്ടും അതാണ്. ഇനി ഒന്നും കൂടെ കാണാനുണ്ട്. CCTV-യിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആരും ഇല്ലാത്തതുകൊണ്ട് CCTV വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് ചെരുപ്പിട്ട് നടന്നിരിക്കാൻ സാധ്യതയുണ്ട്. സന്നിധാനത്ത് ചെരുപ്പിടേണ്ട സ്ഥലം കഴിഞ്ഞിട്ട് അതും ഒരു വലിയ കേസാണ്, വിശ്വാസ ലംഘനമാണ്, വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നതാണ്. ആ കാര്യത്തിലും അന്വേഷണം വേണ്ടതാണ്. ഇപ്പോൾ കല്ലും മുള്ളും മുരടും മൂർഖനും ഒക്കെയുള്ള പാതയിൽ കൂടി കഷ്ടപ്പെട്ട് കാൽനടയായിട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ ഡോളി, വയ്യാത്തവർക്ക് ഡോളിയുണ്ട്. ഇത് രണ്ടുമാണ് അവിടെ, അല്ലെങ്കിൽ പിന്നെ കഴുത, ഇത് രണ്ടുമാണ്. അപ്പോൾ എന്തായാലും ശരി, പിടിക്കപ്പെടില്ലെന്ന് വിചാരിച്ച് CCTV വർക്ക് ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് ആ പരാതി അന്വേഷിക്കാൻ പോയ ADGP ഇപ്പോൾ CCTV-യുടെ പിടിയിലായിരിക്കും.